ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ടു ബി യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി ഒരു വ്ളോഗ് എടുത്തിട്ട്. കാര്യം ജോലിയായിട്ടൊക്കെ ഇച്ചിരി ബിസിയായി പോയതുകൊണ്ട് സ്ഥിരമായിട്ട് വ്ളോഗ്സ് ഒന്നും ഇടാൻ വേണ്ടി ടൈം കിട്ടാറില്ല. പക്ഷെ ഇനി തൊട്ട് ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗ്സ് ഒക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണി ആയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഒരു ഷൂട്ടിന് പോകാൻ പോവാണ്. തമിഴ്നാട് തിരുമലൈ കോവിലാണ് ഷൂട്ടിന് പോകാൻ പോകുന്നത്. അപ്പോൾ ഷൂട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഇനി ഞങ്ങൾ കുറച്ച് പേരെ പിക്ക് ചെയ്തിട്ടാണ് നേരെ തിരുമല കോവിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 106 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് നേരെ അവരെ പിക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശപ്പടിച്ചു. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ മാത്രം പൊറോട്ടയും മുട്ടക്കറി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും യാത്ര തിരിച്ചു. ഈ റൂട്ട് ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. വന്ന വഴിക്ക് ഞാനൊരു കുരങ്ങനെ കണ്ടു. എന്താ മോനെ ജോലി എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവൻ സാഡായി. മനുഷ്യരെ പോലെ അതിനും ഫീലിങ്സ് ഇല്ലേ. தமிழ்ல இனி பேசணும். யார் அடிச்சு புரியலைங்க பூமி எதிர்த்து உடம்புல தெரியுதோ அவன் தான் தமிழ். അങ്ങനെ ഞങ്ങൾ തമിഴ്നാടെത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. നെൽപ്പാടങ്ങളും മലകളും എല്ലാം കൊണ്ടും ഒരു ഗ്രാമത്തിൽ വന്നതുപോലായിരുന്നു. ഞങ്ങൾ സ്റ്റേ എടുത്തത് മോഹനൻ റിസോർട്ടിലായിരുന്നു. തിരുമല കോവിലിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ റിസോർട്ട് ഉള്ളത്. റിസോർട്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒരുപാട് എക്സൈറ്റഡ് ആയി. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി. നമ്മുടെ നാട്ടിലുള്ള റിസോർട്ട് പോലെയല്ല ഇവിടെ ഉള്ളത്. പെർ ഡേ 8,000 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കുറച്ചു മണിക്കൂറത്തേക്ക് മതിയായിരുന്നു. അതുകൊണ്ട് 4,000 കിട്ടി. പക്ഷേ 4,000 റുപ്പീസിന് ഒട്ടും വേർത്തി അല്ലായിരുന്നു. സമയം തീരെ കുറവായതുകൊണ്ട് ഇതുപോലത്തെ ഷൂട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലേ. കുറേ നാൾക്ക് നമ്മളൊരു ഷൂട്ട് ചെയ്തിട്ട് കുറേ നാളായി. നമ്മളെ കല്യാണ വർക്കൊക്കെ ഒരു പ്രാവശ്യം കല്യാണ വർക്കൊക്കെ ചെയ്ത് ജയിച്ചാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ജിമ്മന്റെ വൈഫ്. ഇന്ന് നമ്മുടെ ഷൂട്ടിന്റെ ലുക്ക് വന്നിട്ട് കുന്തവൈ ലുക്കാണ്. അത് ലുക്ക് ചേച്ചി, ഇതാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ വന്ന ചേച്ചി, ജിമ്മന്റെ വൈഫ്. ഇതാണ് ആക്ച്വലി തൃശ്ശൂർ ലുക്ക്. തൃശ്ശയാക്കി തരാന്നാണ് പറഞ്ഞേക്കുന്നത്. തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂർ ഒരു ഫേസ് കെട്ടുണ്ടല്ലോ, ആയാ മതി. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കണം. അതുപോലെ ഇരുന്നാൽ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം, സാരി ഡ്രേപ്പിങ്ങും പിന്നെ ബ്ലൗസ് അല്ലല്ലോ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അല്ല, ഒരു വെറൈറ്റി ആയിട്ട് ഒരു വേറൊരു ഇതാണ് ചെയ്യാൻ വിചാരിക്കും. എല്ലാവരും ചെയ്തിട്ടുള്ളത് മറ്റേ ഇതാണ്, ഈ ലുക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് മറ്റേ ലുക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ റെൻ്റിൽ എടുത്തേക്കുന്നത് ഏന്ദ്രിക റെൻ്റൽ ജ്വല്ലറി എന്നാണ്, പാളയത്തുള്ള. നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേ അവിടെ, കൊള്ളാം, സെറ്റാണ്. സെറ്റായിട്ട് നമുക്ക് കിട്ടും ആ ഒരു ടൈപ്പ് തന്നെ. സെറ്റ് അടിപൊളി. ഇത്രയും മാല ഇടണമല്ലേ? 2 മാലയേ ഉള്ളൂ. 2 മാലയും ഓക്കെ. ഓപ്ഷനായിട്ട് നമ്മൾ 2 കമ്മൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേത് കൊള്ളാമോ അത് നമ്മളിടും. വന്നുടനെ കയറി കിടന്നല്ലേ, സുഖമായല്ല. കുറച്ച് പണിയുണ്ട്, ഹെയർ സെറ്റ് ചെയ്യണം. അതാ പണിയുണ്ടെന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ കിടക്കും. ഇതുപോലെ എല്ലാവരുടെ ഹസ്ബൻഡ് ഇതുപോലെയാണോ? പണിയുണ്ടെന്ന് പറഞ്ഞ ഉറക്കം നടിക്കുന്ന ഹസ്ബൻഡ്. കുന്തവയുടെ സാരിയാണോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ. ചേട്ടനും ആകാശേട്ടനും കൂടി ഉച്ചത്തേക്കുള്ള ലഞ്ച് മേടിക്കാൻ വേണ്ടി പോയി. അവിടെ 3 ബിരിയാണി ഉണ്ടായിരുന്നുള്ളൂ. സോ ബാക്കി പൊറോട്ട വാങ്ങി. ചേട്ടൻ രാവിലെയും പൊറോട്ടയാണ് കഴിച്ചത്. ഉച്ചയ്ക്കും പൊറോട്ട തന്നെ. എന്ത് ചെയ്യാൻ, ഇല്ലാത്ത സാധനം ഉണ്ടാക്കി മേടിക്കാൻ പറ്റില്ലല്ലോ. തമിഴ്നാട് ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഏതായാലും ഞാൻ വിചാരിച്ചത്ര മോശമല്ല. ഫുഡൊക്കെ കഴിച്ച് വിശപ്പ് മാറ്റിയിട്ട് നേരെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ചേച്ചി ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മേക്ക് ഓവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ഷൂട്ട് ശരിക്കും ചേട്ടൻ്റെ ഐഡിയ ആണ്. ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട് തൃശ്ശയുടെ ഒരു ഫേസ് കട്ട് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഏതായാലും ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞല്ലേ, സോ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. കോവിൽപ്പൊട്ട്
ഗോപി പൊട്ടണ്ട, ഇത് ചേച്ചി കഷ്ടപ്പെട്ടിട്ടൊന്ന് പൊട്ടാണ്. ഇതല്ലോ സ്വന്തം ഭാര്യ കുറ്റം പറയണ. ബാക്കിയൊക്കെ ഫോട്ടോ എഡിറ്റർ ഉണ്ടല്ലോ. എന്നാലും മുഖം നന്നായിരിക്കണ്ടേ, മേക്കപ്പ് നന്നായിരിക്കണ്ടേ, ഡ്രസ് നന്നായിരിക്കണ്ടേ. മാല അതൊന്നും കുഴപ്പമില്ല, കഴുത്തൊടിയേ ഉള്ളൂ. വെയിറ്റ് ഒന്നുമില്ല. ഈ ജുവൽസ് കാണാൻ നല്ല ഹെവി ആണെങ്കിലും നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര ഹെവി ആയിട്ട് തോന്നത്തില്ല. ഹെയർ സ്റ്റൈൽ ചെയ്തത് ചെറിയ കേൾസ് വന്നിട്ട് ഒരു മെസ്സി ലുക്കാണ്. ഈ ഒരു ഷൂട്ട് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഐറ്റം ആണ്. ഈ ഒരു ഷൂട്ടിന്റെ ഫൈനൽ ലുക്കിന്റെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഞാൻ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാവേ. ദേവസേനയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഇയറിംഗ് ഒന്നും അല്ല കേട്ടോ ഇത്. ഈ ഒരു ഇയറിംഗ് കാണുമ്പോൾ എനിക്ക് ഗോർജിയസ് അനുഷ്കേനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടുത്തെ കലിപ്പുടുണ്ടോ? കഷ്ടകാലത്തിന് ഈ പുള്ളി ഇതൊക്കെ അടുക്കി വെക്കാൻ പഠിച്ചു. അതിനുശേഷം നിങ്ങൾ പഠിക്കാൻ പോയി നമ്മളെ പോലെ പൊട്ടനെ പോലെ നിൽക്കണം. അറിഞ്ഞൂടാ എത്ര ശരിയായിട്ട് ശരിയാവരുതായിരുന്നു. ആണാണ്. അതെ, എനിക്ക് നിന്റെ കൂടെ വന്നില്ല അവിടെ കമ്പ്യൂട്ടറിൽ കുത്താൻ പറ്റില്ലല്ലോ മേഘ. എനിക്ക് ഓണാക്കി തരാനല്ലേ പറ്റുള്ളൂ. എനിക്ക് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തൃശ്ശയുടെ അടുത്തെങ്കിലും വന്നോ? കുന്തവി ലുക്കായി. താങ്ക് യു ജിമ്മന്റെ വൈഫ്. ആൻഡ് ദിസ് ഈസ് ജിമ്മൻ, ജിമ്മന്റെ വൈഫ്. നമ്മളെ നേരെ ഇനി തിരുമലൈക്കോവിൽ. യാതൊരു റീലിൽ കണ്ടിട്ടാണ് ആ പ്ലേസ് നമ്മൾ എടുത്തത്. കൊള്ളാം. റീല് കണ്ടിട്ടാണ്. അജ്മൽ എന്ന് പറഞ്ഞ പുള്ളിയാണ് നമ്മളെ ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അജ്മലിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവന് നല്ല ടാലൻ്റ് ഉണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ വന്നിരിക്കുകയാണ്. അതായത് ഇതല്ലാതെ ഇനി അടുത്ത് വേറൊരു ഷൂട്ട് കൂടി നമ്മൾ വെച്ച് അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് തിരുമലൈക്കോവിൽ. ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻട്രൻസ് ക്യാഷ് കൊടുക്കണം. ഗൈസ്, ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അഥവാ ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് കമ്മീഷണറിൻ്റെ ഒപ്പുള്ള പേപ്പർ വേണമെന്നാണ് പറയണത്. അപ്പോൾ ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോകും. സത്യം പറഞ്ഞാൽ ഈ കോവിൽ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ കോവിലിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല. പിന്നെ ആ സാറിൻ്റെ അടുത്ത്, അത് നല്ലൊരു മനുഷ്യനാണ്. ആ സാറിൻ്റെ അടുത്തുകൊണ്ട് ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് 2 ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. അങ്ങനെ കണ്ട ഇവിടെ നിന്ന് എടുക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് വന്നിട്ട് സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടൊന്നും കയറാൻ പറ്റിയില്ല. അകത്തോട്ടൊന്നും അവർ ക്യാമറ അലോഡ് അല്ല. പക്ഷെ നമുക്ക് മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുക്കാം, പക്ഷെ ക്യാമറ അലോഡ് വകുപ്പാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മൊബൈലിൽ ഫോട്ടോ എടുക്കാം, പക്ഷെ ക്യാമറയിൽ എടുത്തുവിടാന്നുള്ളത് എന്തോ വകുപ്പാണെന്ന് പറഞ്ഞത്. പിന്നെ ആ സ്റ്റെപ്പിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കൂലായിരുന്നു. നമ്മൾ എടുത്തോണ്ടിരുന്നപ്പോൾ ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മിനിറ്റ് സംസാരിച്ച സാർ ട്രിവാൻഡ്രത്ത് വന്നേന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു കുറച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ എടുക്കാൻ പറ്റും. നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് താഴെ ഒരു കോവിലുണ്ട്. അപ്പോൾ അവിടെ നിന്നും കൂടി 2 ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബാക്കി ഓക്കെ കുന്തവി. പിന്നെ ഞങ്ങൾ അടുത്ത് കണ്ട വേറൊരു കോവിലിൽ കയറി കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നേ വരെ ചെയ്ത ഷൂട്ടിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരിക്കും ഇത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോവിൽ. അജ്മലാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. അജ്മലിൻ്റെ വർക്ക്സ് ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെയാണ് പുള്ളിയായിട്ടൊരു ഫോട്ടോഷൂട്ട് സെറ്റാക്കാമെന്ന് പ്ലാൻ ചെയ്തത്. ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയനെ നോക്കുന്ന പോലെ ഈ അങ്കിള് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു. ഏകദേശം ഒരു 2 കോവിൽ ഞങ്ങൾ മാറി മാറി പോയായിരുന്നു. കിട്ടിയ സ്ഥലത്തൊക്കെ വെച്ച് മാക്സിമം നമ്മൾ ഫോട്ടോ ഒക്കെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ 2 കണ്ണ് വെട്ടിച്ചൊക്കെ നമ്മൾ 2-3 സ്റ്റില്ലൊക്കെ എടുത്തു. കൊള്ളാം, ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം കൊള്ളാം. ലാസ്റ്റ് സാധനം മാത്രം ഇവിടുത്തെ ഒരു കോവിലിന്റെ പുറം ഭാഗം ഒരു കല്ല് വെച്ചിട്ടുള്ള സംഭവം നമുക്ക് ആവശ്യം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അത് ഫോക്കസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അജ്മൽ എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഞാൻ പറയില്ല, ആ പുള്ളിയാണ് വേറൊരു കൺസെപ്റ്റ് ഷൂട്ട്, നമ്മളൊരു വെഡിങ്ങിന്റെ. അത് ഇനി സാറ്റർഡേ ആ ഷൂട്ട്. നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ റെന്റിൽ എടുത്തേക്കുന്നത് ഏന്ദ്രിക കളക്ഷൻസിൽ നിന്നാണ്. പാളയത്താണല്ലേ, പാളയത്താണ്. സാബല്യം കോംപ്ലക്സിലാണ് ഷോപ്പ് വരുന്നത്. അടിപൊളിയാണ്, നല്ല അടിപൊളി ഓർണമെന്റ്സ് ആണ്. പ്രത്യേകിച്ച് പറയണം, മേക്കപ്പ് തൊട്ട് സാരി ഡ്രേപ്പിംഗ്, സാരി ഒപ്പിച്ചതും ബ്ലൗസ് ഒപ്പിച്ചതും
എല്ലാം ചേച്ചിയാണ് ചെയ്തത്. ഒരു ദിവസം കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പണി ഫുൾ ഉണ്ടായിരുന്നു. വെഡിങ് ചേച്ചി ചെയ്തത് ചേച്ചിയാണ്. അപ്പൊ ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പം വർക്കിന് വന്നോണ്ട് ഇത് ജിമ്മാണ്. ഇത് അറിയായിരിക്കും, നമ്മുടെ ട്രെയിനറാണ്. യെസ്. സെറ്റ് ആവാം. ഡ്രൈവിംഗ് മാത്രല്ല, ഡ്രൈവിംഗും പഠിപ്പിക്കും. ട്രെയിനറും ആണ്. ചേച്ചി ബ്യൂട്ടീഷ്യൻ ആണ്. ചേച്ചി ശ്രീകാര്യത്താണ് ഷോപ്പ് ഇട്ടേക്കുന്നത്. നമ്മുടെ ശ്രീകാര്യം ജംഗ്ഷനിൽ. സമന്ത, എല്ലാവർക്കും അറിയാം. സമന്ത ബ്യൂട്ടി. ഈ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും യെസ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ട്രാവലൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി, നല്ല ക്ഷീണിച്ചു സത്യം പറഞ്ഞു. ഇന്നത്തെ ഷൂട്ട് ഓവറോൾ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇത്രയും ദൂരെയൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ്. തമിഴ്നാട് സൈഡിൽ നിന്ന് മാത്രമല്ല, ദൂരെ പോയി ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഔട്ട്സൈഡ് നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിന് പുറത്ത് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി സ്ഥലവും, പിന്നെ നമുക്ക് വിചാരിച്ചത്ര അകത്തോട്ട് കയറി, കോവിലിനകത്തോട്ട് കയറി ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഉള്ളതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ച കുറച്ച് പോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇനി എങ്ങനെ ഇരിക്കും എന്നറിയാം. അപ്പം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ഒക്കെ ചേച്ചി അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അജ്മൽ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ സെറ്റായിരിക്കും. ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാം. ഞങ്ങളെല്ലാവരും നല്ല ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഷൂട്ടിന്. പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്ത ചേച്ചിയും ഫോട്ടോഗ്രാഫറൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്ക് ഇതിനകത്തുണ്ട്. ഞങ്ങൾ ശരിക്കും നല്ല ടയേർഡാണ്. ചേട്ടൻ ആദ്യമേ ഉറക്കം തുടങ്ങി. എനിക്ക് ഈ മേക്കപ്പൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു എൻ്റെ ഒരു ഷൂട്ട് ഡേ എന്ന് മാത്രമല്ല, ഇത് ചെറിയ രീതിയിലൊരു ഡേ ഇൻ മൈ ലൈഫും കൂടെ ആണല്ലോ. അതെ, ഷൂട്ട് ഡേ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.